ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷ രഘുനന്ദനൻ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് LSS സ്കോളർഷിപ്പിലെ 2025 എന്ന വർഷത്തിലെ മാത്സ് പാർട്ടിൽ ചോദിച്ച ലാസ്റ്റ് കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: The sum of the odd numbers from 1 to 25 is 169. Then what is the sum of the odd numbers from 3 to 27? അപ്പോ ഈ ചോദ്യം പല രീതിയിലും ചെയ്യാം. പക്ഷേ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1 മുതൽ 25 വരെ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നതാണ് 169. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? 3 മുതൽ 27 വരെ ഒറ്റ സംഖ്യകളുടെ തുക. അപ്പോ ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം എന്താണ് ഇവിടെ ഗീവൺ നമുക്ക് എഴുതാം. 1 + 3 + 5 + 25 അല്ലെ, 25 വരെ ഇതിന്റെ തുകയാണ് നമുക്ക് 169 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഇതാണ് 3 + 5 + അങ്ങനെ ഓഡ് നമ്പേഴ്സ് ഇവിടെ 25 + 27. ഇത് എത്രയെന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്കിനെ ഒന്ന് റിലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കി നോക്കൂ, 1 മുതൽ 25 വരെ ഇതിന്റെ തുക നമുക്ക് ഓൾറെഡി 169 തന്നിട്ടുണ്ട്. അപ്പൊ ആ 1 മുതൽ 25 വരെ ഇവിടെ ഉണ്ട്. പക്ഷേ അതിൽ ആരില്ല? 1 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 169 ഞാൻ ഒന്ന് കുറച്ചു. 1 ഇല്ലല്ലോ, അപ്പൊ 168 ആയി. ഓക്കെ, 1 ഇല്ല, പക്ഷെ ആരുണ്ട്? ഒരാള് കൂടുതലുണ്ട്. ആരാണ്? 27. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിൽ 27 അങ്ങോട്ട് കൂട്ടി. അപ്പോ എത്ര കിട്ടും? 195. സോ 3 to 27 ഓഡ് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 195 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: If 396 mangoes are divided equally among 9 people, how many mangoes will one person get? 396 മാംഗോസ് ഉണ്ട്. അത് 9 ആൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര മാംഗോസ് കിട്ടും എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം അല്ലെ, 396 എത്ര ആളായിട്ട് ഡിവൈഡ് ചെയ്ത്? നമുക്ക് 9 ആളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. 39 2 ഡിജിറ്റ് നമ്പർ ആണ്. 9 ഡിവിസിബിൾ ആവുക ഇതില്. ഇപ്പൊ ഇതാണ് 4 × 9 36. 36 ഇറക്കിയിട്ടു. 4 × 9 അഗെയിൻ 36. അപ്പോ എത്ര എണ്ണം കിട്ടും? 44 മാംഗോസ് കിട്ടും. ഓരോരുത്തർക്കും എത്ര മാംഗോസ് കിട്ടും? 44 മാംഗോസ് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറയുന്നത്. നമുക്ക് ഇതിനെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ നമുക്ക് തുല്യാക്കണം, ഈക്വൽ ആക്കണം, LCM നോക്കിയിട്ട്. അപ്പോ LCM കണ്ടുപിടിക്കുക. ഈ തന്ന ഡിനോമിനേറ്ററിന്റെ എല്ലാ നമ്പറിനെയും നമുക്ക് LCM കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 കിട്ടുന്ന വരെ ചെയ്യണം അല്ലെ. LCM നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ താഴെ നമുക്ക് 1 കിട്ടുന്ന വരെ ചെയ്യാം. അവിടെ 1 1. അപ്പോ LCM എന്തായി? 2 × 2 4, 4 × 3 12. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് എല്ലാത്തിനും എന്താക്കാൻ പറ്റും? 12 ആക്കാൻ പറ്റും. കാരണം LCM അവിടെ 12 ആണ്. ഇനിയിപ്പോ ഞാൻ ഇവിടെ 12 ആക്കാൻ പോവാണ്. 12 ആക്കാൻ ഡിനോമിനേറ്ററിൽ ഛേദത്തിൽ ഞാൻ 3 കൊണ്ട് ഗുണിച്ചു. 12 ആക്കണമെങ്കിൽ താഴെ മാത്രം ഗുണിച്ചാൽ പോരാ, എവിടെയും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിൽ കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോ ഈ സംഖ്യ, ഈ ഒരു ഭിന്നസംഖ്യ എന്തായി? ഫ്രാക്ഷൻ 9/12 കിട്ടി. നെക്സ്റ്റ് ഇവിടെയും 12 ആക്കണമെങ്കിൽ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, താഴെയും മുകളിലും. അപ്പോ 3/12 കിട്ടി. ഇനി ഇവിടെ 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? × 6. അപ്പൊ എന്ത് ചെയ്യും? 6/12 കിട്ടും. ഇവിടെ 12 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? × 4. അപ്പൊ എന്ത് കിട്ടും? 4/12 കിട്ടും. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നോക്കി നോക്കൂ, ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആണ്. അപ്പൊ നമുക്ക് ഇതിൽ വലുതും ചെറുതും എന്താ ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതില് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? നോക്കിയിട്ട് പറഞ്ഞത് ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 12ൽ 9 ആണോ, 12ൽ 3 ആണോ, 12ൽ 6 ആണോ, 12ൽ 4 ആണോ? നമുക്ക് അറിയാം അല്ലെ. 3/12 ആണ് ഏറ്റവും ചെറുത്. 3/12. അപ്പൊ ഈ 3/12 അല്ല, സോറി, ഇവിടെ നമ്മൾ എഴുതേണ്ടത്. ഇവിടെ 3/12ന്റെ ഫ്രാക്ഷൻ ഏതാണ്? 1/4 ആണ്. അപ്പോ 1/4 ആണ് ഏറ്റവും ചെറുത്.
അത് കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ഏതാണ് 4/12. 4/12 ഏതാ നമ്മളുടെ ഇവിടെ 1/3 നമ്മൾ മാറ്റിയതാണ്. അപ്പൊ അടുത്ത സംഖ്യ ഏതാണ് 1/3. നെക്സ്റ്റ് ഏതാണ് 6/12. 6/12 നമ്മൾ ആരെയാണ് മാറ്റിയതാണ് 1/2. അപ്പൊ നെക്സ്റ്റ് 1/2. ലാസ്റ്റില് ഏതാണ് 3/4. അപ്പൊ ഇങ്ങനെയാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോ 2025 ഫെബ്രുവരിയിൽ ചോദിച്ച ലാസ്റ്റ് മാത്സ് ഭാഗത്തെ ലാസ്റ്റ് ചോദ്യമാണ്. രാജു വാക്സ് 6000 meters per day. How many kilometers will he cover from 1st to 7th February? എന്താ പറയുന്നത്? രാജു 6000 മീറ്റർ ഓരോ ദിവസവും നടക്കും. അങ്ങനെയാണെങ്കിൽ എത്ര കിലോ 1-ാം തീയതി മുതൽ ഫെബ്രുവരി 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ രാജു എത്ര കിലോമീറ്റർ നടക്കുമെന്നാണ് ചോദ്യം. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ 6000 മീറ്റർ ആണ്, കണ്ടുപിടിക്കേണ്ടത് കിലോമീറ്ററിലാണ്. ഓക്കെ, അപ്പോ നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ് അല്ലെ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1000 മീറ്റർ ആണ്. അപ്പൊ 6000 മീറ്റർ ആണ് രാജു എന്ത് ചെയ്തിരിക്കുന്നത് നടന്നിരിക്കുന്നത്. അപ്പോ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടന്നു? 6 കിലോമീറ്റർ നടന്നു അല്ലെ, അങ്ങനെയല്ലേ? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 6000 എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയി? 6 കിലോമീറ്റർ. അപ്പൊ 1 ഡേ, ഒരു ദിവസം 6 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ 1 മുതൽ 7-ാം തീയതി വരെ എത്ര ദിവസമാണ്? 7 ദിവസമല്ലേ. അപ്പോ 6 കിലോമീറ്റർ ഇൻറ്റു എത്ര, 7 ദിവസവും 6 കിലോമീറ്റർ നടക്കുന്നുണ്ട്. അപ്പൊ 6 × 7 എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്? അല്ല, നടന്നു 7 ദിവസം കൊണ്ട് 42 കിലോമീറ്റർ നടന്നു. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഇതൊക്കെ ചെയ്യാണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെന്റിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.